ഹായ്. നമ്മളിപ്പോ നാട്ടിലൊന്നുമല്ല കേട്ടോ, യു കെയിലുള്ള ഒരു വെജിറ്റബിൾ ഫാമിലാട്ടോ. ഇവിടുത്തെ കുറച്ച് ചേട്ടന്മാര് കൂടിയിട്ട് കുറച്ച് ഏരിയ ലീസിന് എടുത്ത് നടത്തുന്ന ഒരു വെജിറ്റബിൾ ഫാമാണ് ഇത്. കൂടുതലായിട്ട് ഇതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് ജിനീഷ് പറയട്ടോ. കൃഷി ചെയ്യാൻ അധികമായിട്ട് താല്പര്യമുള്ളവർക്ക് നമുക്ക് ഇവിടെ കൗൺസിലില് രജിസ്റ്റർ ചെയ്യാം. അതായത് കൃഷി ചെയ്യാനുള്ള സ്ഥലത്തിന് വേണ്ടി നമുക്ക് ഇവിടെ രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൗൺസില് സ്ലോട്ട് വേക്കൻസി വരുന്നതിനനുസരിച്ച് അവർ നമുക്ക് അലോക്കേറ്റ് ചെയ്യും. അങ്ങനെ അലോട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഏരിയ, പർട്ടിക്കുലർ ഏരിയ ആണ് ഇതിപ്പോ ഈ കാണുന്ന ചുറ്റും ഒരുപാട് ആളുകളുടെ കൃഷി സ്ഥലങ്ങളാണ്. അപ്പോ അതിന് ഉള്ളില് ശരിക്കും നമ്മുടെ നാട്ടിലെ ഒരു പാടശേഖരത്ത് വന്ന ഒരു പ്രതീതിയാണ്. അതായത് ചെറിയ ചെറിയ ഏരിയകള്, അതില് വരമ്പ് തിരിച്ച് ഓരോരുത്തരുടെ കൃഷിയിടങ്ങള്. അപ്പോ ഇതിലെ ഈ ഒരു പർട്ടിക്കുലർ ഒരു ഏകദേശം ഒരു 100 സ്ക്വയർ മീറ്റർ സ്ഥലമാണ് എല്ലാവർക്കും അലോക്കേറ്റ് ചെയ്തേക്കുന്നത്, ഏകദേശം നോക്കിയിടത്തോളം വെച്ച്. അപ്പോ ഈ കാണുന്നതാണ് നമ്മുടെ ചേട്ടന്മാരുടെ കൃഷിയിടം. വളരെ മനോഹരമായിട്ടാണ് അവര് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്നതാണ് റണ്ണർ ബീൻസ്, ഒരു ബീൻസ് വെറൈറ്റി ആണ്. ഇവിടെ പലയിനം ബീൻസ് വെറൈറ്റികളുടെ ഓരോ ബാഗുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല മനോഹരമായിട്ട് പന്തലുകളെല്ലാം ഇട്ട് പന്തലിലോട്ട് പടർത്തി മനോഹരമായിട്ട് തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്നത് ഫ്രഞ്ച് ബീൻസ് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. എല്ലാ ബീൻസും തന്നെ ഏകദേശം കായിട്ട് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഫ്രഞ്ച് ബീൻസ് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് റെഡ് ബീൻസ് എന്ന് പറയുന്ന ഒരു വെറൈറ്റി ഈ ഒരു ഡേയില് സജ്ജീകരിച്ചിട്ടുണ്ട്, കൃഷി ചെയ്ത്. ഈ ബീൻസ് കാണാൻ നല്ല ഭംഗിയുണ്ട്, വയലറ്റ് കളറിലുള്ള. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എന്തായാലും ഇത് വള്ളീന അല്ല, ഇതില് ചില ചെടികളെല്ലാം ഇതെല്ലാം കുറ്റിച്ചെടി രൂപത്തിലുള്ള ഒരു ബീൻസ് വെറൈറ്റി തന്നെയാണ്. ഇത് വള്ളികളിലേക്ക് സജ്ജീകരിച്ചിട്ടില്ല, തറയിൽ തന്നെ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ്. ചൂടിക്കയറ് അല്ലെങ്കിൽ ചാക്ക് കയറ് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള കയറാണ്, ശരിക്കും അത് തന്നെയാണ്. അപ്പൊ അത് വെച്ചിട്ട് പന്തലൊക്കെ ഇട്ടിട്ടുണ്ട്. ഇത് കുക്കുംബറാണ്. ഇവര് ഓർഗാനിക് രീതിയിൽ തന്നെയാണ് കുക്കുംബറുകളെല്ലാം കൃഷി ചെയ്തിരിക്കുന്നത്. വേറെ കെമിക്കൽ ഫെർട്ടിലൈസറോ പെസ്റ്റിസൈഡ്സോ അങ്ങനെയൊന്നും യൂസ് ചെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഇതിനിടയ്ക്ക് അവര് വഴുതനങ്ങയുടെ നാടൻ വഴുതനങ്ങ, സാധാരണ ഇവിടെ നാടൻ വഴുതനങ്ങ കടകളിൽ കിട്ടാനെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണ്. അധികവും ഈ സൂപ്പർ മാർക്കറ്റിലെല്ലാം നമ്മൾ പോയി കഴിഞ്ഞാൽ എഗ് പ്ലാന്റ് എന്നുള്ള വെറൈറ്റി, അങ്ങനത്തെ ഒരു സാധനം വഴുതനങ്ങ പോലെ ഇരിക്കും. അത് വഴുതനങ്ങയാണോ എന്ന് അറിയത്തില്ല. പക്ഷെ ഇത് നാടൻ വഴുതന ഇനമാണ്. അതിന്റെ രണ്ട് സൈഡിലും കുക്കുംബർ, അതിന് നടുക്ക് ഇവിടെ വഴുതന തൈകൾ നട്ടിട്ടുണ്ട്. ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഇവിടെ തക്കാളി എല്ലാം പൂവിട്ട് തുടങ്ങി, ചെറിയ ചെറിയ കായ്കളായിട്ടുണ്ട്. ലാസ്റ്റ് സെക്ഷനായിട്ട് ഇവിടെ കാബേജ് ആണ് കൃഷി ചെയ്തിരിക്കുന്നത്. കാബേജ് ചെടിച്ചട്ടികളിൽ, ഓരോ ചട്ടികളിലായിട്ട് ഓരോ ചെടി എന്നുള്ള നിലയ്ക്കാണ് വെച്ചേക്കുന്നത്. അതിന് ചുറ്റും ഇങ്ങനെ ഒരു നെറ്റ് സജ്ജീകരിച്ചിട്ടുണ്ട്. അത് എന്തിനാണെന്ന് വെച്ചാൽ ഇവിടെ സ്നെയിലുകൾ ഇതിനെ നശിപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ടാണ് അവർ നെറ്റ് വെച്ച് കവർ ചെയ്തേക്കുന്നത്. ഈ കാണുന്നത് മാരോ എന്ന് പറയുന്ന ഒരിനം പച്ചക്കറിയാണ്. നമ്മുടെ നാട്ടിലെ വെള്ളരിക്ക പോലെയുണ്ട്. ഇവിടെ കാന്താരിയുടെ ഒരു ചെടി നിൽക്കുന്നുണ്ട് കേട്ടോ. കാന്താരി തന്നെയാണോ എന്ന് എനിക്ക് അറിയത്തില്ല. അതെ, നമ്മളെ കാന്താരി മുളകിന്റെ ഒരു ചെടി ഇതിനിടയിൽ കണ്ടു കിട്ടിയിട്ടുണ്ട്. എന്തായാലും അതൊക്കെയായിട്ട് ഇവിടുത്തെ വിശേഷങ്ങള്. ശരിക്കും പറഞ്ഞാലേ നമ്മുടെ നാട്ടില് നെൽകൃഷിയൊക്കെ നടക്കുന്ന സമയത്ത് പാടത്ത് വരുമ്പോഴത്തെ പയറ് കുത്തിയിടുക, മത്തൻ പടർത്തുക, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ശരിക്കും ഇവിടെ വന്നപ്പോ ആ ഒരു ഫീലായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി വേറൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.